ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ സ്നാക്കിന് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് തന്നെയാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടൊരു 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയോട് കൂടിയിട്ട് തന്നെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണിത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊന്ന് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങിൻ്റെയും തൊലി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉടച്ചെടുക്കാൻ എളുപ്പത്തിനായിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഉടച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാഷ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ പിന്നെ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങിനെ സഹിക്കാവുന്ന ചൂടൊക്കെയാണ് ഉള്ളൂ വെച്ചാൽ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഈ മല്ലിയില ചേർക്കുമ്പോഴാണ് ഈ സ്നാക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി മുളക് പൊടിക്ക് പകരമായിട്ട് സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ എരിവ് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇത് ഷേപ്പാക്കിയിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളത് വറുത്തെടുക്കുമ്പോൾ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ ഒന്ന് കയ്യിൽ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പിലൊക്കെ മാറ്റം വരുത്താം. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് ഒരു 11 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യുന്നത്. ഏകദേശം ഒരു പകുതി ലെവലിൽ നിൽക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യാം. ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. വല്ലാതെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ അത് ഏകദേശം 2 ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. അതുപോലെ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത കാരണം നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റിൻ്റെ പ്രശ്നം കാരണം വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട്. അത് കരിഞ്ഞിട്ടൊന്നുമില്ല.
നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അതുപോലെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമുക്കത് സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്